ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓൾ ഇൻ വൺ രഞ്ജൂസ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബ്രെഡ് ക്രംസ് എഗ് ബോൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്തത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. നല്ല രീതിയിൽ അത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ബ്രെഡ് ക്രംസും ബ്രെഡും പിന്നെ പുഴുങ്ങി വെച്ച മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഉപ്പിടുന്ന കലാപരിപാടി ചെയ്യുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. ഒരാൾ ഉപ്പ്, ഒരാൾ കുരുമുളക്, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് മക്കളാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. കുരുമുളക് പൊടി മുട്ടയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എരിവ് കൂടുതലാവണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് മാത്രം ഗരം മസാല എടുക്കുക. എന്നിട്ട് മുട്ടയുടെ മുകളിൽ ഇതുപോലെ വിതറി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ബ്രെഡ് ഇടുക. വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. അതിന് മുകളിൽ ബ്രെഡിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ചിട്ട് പൊതിഞ്ഞെടുക്കണം. നല്ല റൗണ്ട് ഷേപ്പിൽ പൊതിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ മുട്ടകളും ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ പൊതിഞ്ഞെടുക്കുക. ഈ പൊതിഞ്ഞെടുത്ത മുട്ട നല്ല ബോളായിട്ട് മാറ്റണം. കൈകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു ബോൾ പോലെ മാറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ എഗ് ബോൾസിൽ അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ എഗ് ബോൾസിൻ്റെ മുകളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് എഗ് ബോൾസ് ആണിത്. കണ്ടോ? ബ്രെഡ് ക്രംസ് എഗ് ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായതിന് ശേഷം ഓരോ എഗ് ബോൾസും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കി വെച്ച എഗ് ബോൾസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോസും കൂട്ടി ഇത് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.